കാരാഗ്രഹത്തിൽ പൂട്ടിയിട്ടിരിക്കുക. പക്ഷേ കാരാഗ്രഹത്തിൽ കിടക്കുന്ന പത്രോസിനും അയാളെ പൂട്ടിയ ഹെരോദാവിനും അതിന് വഴിയൊരുക്കിയ യഹൂദന്മാർക്കും അറിയാത്തൊരു കാര്യം ദൈവം അന്ന് രാത്രി വെളിപ്പെടുത്തി. നിന്നെ ഹെരോദാവിനും യഹൂദ ജനത്തിനും ബന്ധിക്കാൻ കഴിയുമെങ്കിൽ അതിനേക്കാൾ വലിയ ദൂത് പറയാൻ നിന്നെ പുറത്തു കൊണ്ടുവരാൻ ദൂതന്മാരെ ഞാൻ അയക്കും. ഇന്ന് രാവിലെ ആരോടൊക്കെയോ ദൈവാത്മാവ് ഇടപെടുന്നു. നീ അകപ്പെട്ട ബന്ധനങ്ങളിൽ നിന്ന് അതിനേക്കാൾ ഇന്നലകളിൽ പറഞ്ഞതിനേക്കാൾ ശക്തമായ ദൂത് പറയാൻ ദൈവം നിന്നെ ഈ കാലഘട്ടത്തിൽ ഇതാ വീണ്ടും അഭിഷേകം ചെയ്യുന്നു. ശത്രുവിനെ നോക്കിക്കൊണ്ട് ഇന്ന് പകൽ വെളിപ്പാടിൽ വിളിച്ചു പറ, പിശാചേ, നീ എന്നെ ഏതൊക്കെ അറ്റം വരെ ഒതുക്കാൻ നോക്കിയാലും ബാക്കി കിടക്കുന്ന ശുശ്രൂഷയ്ക്ക് വേണ്ടി അവൻ എന്നെ പുറത്തു കൊണ്ടുവരും. പ്രോമിസ് ആയത്. നിന്നെ കൊണ്ട് ദൈവത്തിന് ആവശ്യമുണ്ടോ? കർത്താവ് കേറേണ്ട കഴുതയാതെങ്കിൽ അത് അഴിച്ചോണ്ട് വന്നിരിക്കും. പിടികിട്ടിയോ? കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറഞ്ഞപ്പം മറുത്തൊരു ചോദ്യം ചോദിക്കാതെ അതിനെ അഴിച്ചോണ്ട് പൊക്കോ എന്ന് പറഞ്ഞ വീട്ടുകാരനെ നോക്ക്.